ഇപ്പോൾ ആ കേട്ട ശബ്ദം കണ്ടോ, അതാണ് ക്ലിക്ക് സൗണ്ട്. ആ ക്ലിക്ക് സൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ 98 ന്യൂട്ടൺ മീറ്ററിലേക്ക് നമ്മൾ ഈ സ്പിൻഡിൽ ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾ ഗുഡ്. അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ടൂൾസ് വേണം കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചെയിൻ്റെ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു 40 to 43 mm അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. വിതിൻ 40 to 45 ആണ് നമ്മുടെ കറക്റ്റ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വണ്ടിയുടെ ചെയിൻ സ്ലാക്ക് എങ്ങനെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ ട്രയംഫിൻ്റെ ബൈക്കാണ്. ഈ വണ്ടിയിൽ എങ്ങനെയാണ് ഈ ചെയിൻ സ്ലാക്ക് ഈസി ആയിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ചെയിൻ സ്ലാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചെയിൻ ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല, എന്നാൽ ചെയിൻ ഒരുപാട് ലൂസ് ആകാനും പാടില്ല. ചെയിൻ ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ നമ്മൾ ഈ കുണ്ടും കുഴിയൊക്കെ ചാടുമ്പോഴത്തേനും വണ്ടിയുടെ ചെയിൻ സ്ട്രെച്ച് ആകാനും അത് സ്നാപ്പ് ആകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ചെയിൻ ലൂസായ ഒരുപാട് ലൂസ് ആകാനും പാടില്ല. ചെയിൻ ഒരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രോക്കറ്റിൽ നിന്ന് ഊരിപ്പോകാനും പിന്നെ ഭയങ്കര നോയ്സ് ഉണ്ടാകാനും പിന്നെ ചെയിൻ ഓവർലാപ്പ് ആകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കമ്പനി റെക്കമെൻഡ് ചെയ്തേക്കുന്ന ചെയിൻ സ്ലാക്കാണ് കേട്ടോ നമ്മുടെ വണ്ടിക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ടൂൾസ് വേണം കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ എങ്ങനെ നല്ലൊരു ടോർക്ക് റഞ്ച് ആവശ്യമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബോക്സ് പാനർ, പിന്നെ ചെയിൻ സ്ലാക്ക് ചെക്ക് ചെയ്യാൻ ഒരു മെറ്റൽ ടേപ്പ്, ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ടൂൾസ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു മെറ്റൽ ടേപ്പാണ്, പിന്നെ ഇത് ബോക്സ് പാനറാണ്, പിന്നെ ഒരു ഡബിൾ എൻഡ് സ്പാനർ സെറ്റാണിത് 12 പീസിൻ്റെ സ്റ്റാൻലിയുടെ. പിന്നെ ഇതൊരു ടോർക്ക് റഞ്ചാണ്. ഈ ടോർക്ക് റഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആമസോൺ ബേസിക്സിൻ്റെ ഒരു ടോർക്ക് റഞ്ചാണ്. അപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് ഈ ഒരു കാര്യം അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം വേണം. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ബൈക്കിൻ്റെ ചെയിൻ സ്ലാക്ക് പ്രൊഫഷണലായിട്ട് പക്കയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ ബൈക്കിൻ്റെ ഏകദേശം അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്രോക്സിമേറ്റ് സെൻറ്റർ സ്പ്രോക്കറ്റിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് വരുന്നത് 25 ഇഞ്ചാണ്. അപ്പോൾ ഏകദേശം 12.5 ഇഞ്ച് ഓളം വരും, അതായത് ഇവിടെ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇവിടെ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗം കണ്ടോ, ഈ സൈലൻസറിൻ്റെ ഈ വെട്ട് വരുന്ന ഈ ഒരു ഭാഗം, ഈ സൈലൻസറിൻ്റെ ഈ വെട്ട് വരുന്ന ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ആയിട്ടാണ് നമ്മൾ ഈ വണ്ടിയുടെ ചെയിനിൻ്റെ സ്ലാക്ക് നോക്കേണ്ടത് കേട്ടോ. ടോപ്പ് പോർഷനിൽ ഇത് വെക്കുക, കണ്ടോ, ഈ ടോപ്പ് ഭാഗം വന്ന രീതിക്ക് ഇടുക, വെളിയും താഴത്തേക്ക് വെക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം 40 to 45 ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. ചെയിൻ സ്ലാക്ക് ഇത്തിരി കൂടുതലുണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു എബോ നോക്കുമ്പോഴത്തേനും ഓക്കെ ഒരു 5 ഉണ്ട്, 50 mm ഉണ്ട്, ഒരു 5 mm നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ സ്ക്രാംബ്ലറിന് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചെയിൻ സ്ലാക്ക് 40 to 45 mm ആണ് കേട്ടോ. 40 to 45 mm. അപ്പോൾ പക്ഷെ ഞാനിപ്പോൾ ഇതിൻ്റെ ചെക്ക് ചെയ്തപ്പോഴത്തേനും ഒരു 50 mm ഉണ്ട്. അപ്പോൾ ആ ഒരു 5 mm സ്ലാക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ 5 mm ഉള്ള സ്ലാക്ക് നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വിങ് ആം കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്പിൻഡിൽ സ്ക്രൂ. ഈ സ്വിങ് ആമിൽ സ്ലൈഡ് ചെയ്യുന്ന ഒരു സ്ലൈഡറാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ കേട്ടോ. ഇത് 10 mm അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ആണ്. ഇത് കണ്ടോ, ഈ സ്ക്രൂ ഇത് ഒരു ലോക്ക് നട്ടാണ് കേട്ടോ. ലോക്ക് നട്ട് ഇതൊരു 12 mm ലോക്ക് നട്ടാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഈ സ്പിൻഡിൽ ലൂസ് ചെയ്യും. ഈ സൈഡിൽ നിന്നല്ല, അപ്പുറത്തെ സൈഡിൽ നിന്ന് സ്പിൻഡിൽ ലൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ലോക്ക് നട്ട് ലൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, 1, 2. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ഈ സ്പ്രോക്കറ്റിൻ്റെ ഈ ചെയിൻ ലൈഫിൻ്റെ തീരാറായിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു ഇത്തിരി ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് സാധനം, ഇപ്പോഴത്തെ ഈ സ്ലൈഡറും അപ്പുറത്ത് വേറെ സ്ലൈഡറുണ്ട്, അതും മാച്ചിങ് ആക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫസ്റ്റ് നമ്മൾ ഈ നട്ട് ലൂസ് ചെയ്യുക. ഈ നട്ട് ലൂസ് ചെയ്തതിന് ശേഷം ഈ ലോക്ക് നട്ട് ലൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അഡ്ജസ്റ്റിംഗ് ചെയ്തതിന് ശേഷം ചെയിൻ സ്ലാക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യുക. ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടോർക്ക് റഞ്ച് മേടിച്ചേക്കുന്നത് കേട്ടോ. ടോർക്ക് റഞ്ചിൽ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. ടോർക്ക് റഞ്ചിൽ 98.5 ആണ് ഇതിൻ്റെ ടോർക്ക്. 98 ആണ് വേണ്ടത്. അപ്പോൾ ഈ 98 ടോർക്ക് സെറ്റ് ചെയ്തിട്ട്
ടോർക്ക് റഞ്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ലൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടോർക്ക് റഞ്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ലൂസ് ചെയ്യാൻ എപ്പോഴും നമ്മുടെ ഒരു സാധാരണ ഒരു ബോക്സ് സ്പാനർ മതി. കാരണം നമ്മുടെ ടോർക്ക് റഞ്ച് എപ്പോഴും ഈ ലൂസ് ചെയ്യാനുള്ള പരിപാടിക്കൊന്നും യൂസ് ചെയ്യരുത്, ടൈറ്റ് ചെയ്യാനുള്ള പരിപാടിക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതൊരു 24 mm ലോ നട്ടാണ് കേട്ടോ, 24 mm. അപ്പോൾ ഇത് വെക്കുക, ഇത് ലൂസ് ചെയ്യുക. ടൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ മറ്റേത് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് നട്ട് നന്നായിട്ട് ലൂസ്. ഇതൊരു 12 mm ഡബിൾ എഞ്ച് സ്പാനറാണ്. ഇത് വെച്ചിട്ട് ആദ്യമേ നമ്മൾ ഈ ലോക്ക് നെട്ട് ഒന്ന് ലൂസ് ചെയ്യാം. ഓക്കെ, വേണ്ട തൊട്ടപ്പോഴേ ലോക്ക് നെറ്റ് ലൂസായിട്ടോ. ഇതുപോലെ തന്നെ അപ്പുറത്തും ചെയ്യണം. കട്ട് ചെയ്തു കുഴപ്പമില്ല. അവിടെ ക്ലോക്ക് വൈസ് ആണ് തിരിച്ചെങ്കിൽ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കണം കേട്ടോ. 2 ലോക്ക് നെട്ടും ലൂസാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 mm ഡബിൾ എഞ്ച് സ്പാനറാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ അഡ്ജസ്റ്ററിനെ ബാക്കിലേക്കാണ് നമുക്ക് ഇതാക്കേണ്ടത്. കാരണം നമുക്കിത് ടൈറ്റ് ചെയ്യാനല്ലേ ഉള്ളൂ. ഒരു കുറച്ച് നമ്മൾ ബാക്കിലേക്കൊന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ. ബാക്കിലേക്ക് ഈ നട്ട് ഇവിടെ ലൂസ് ഈ സൈഡിൽ ലൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ലൂസ് ചെയ്യുമ്പോൾ ഇത് ഈ ഡോട്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ലൂസ് ചെയ്യുമ്പോൾ ഓക്കെ. ഇനി അപ്പുറത്തും അതുപോലെ ചെയ്യണം. എന്നിട്ട് നമ്മുടെ സ്ലാക്ക് കറക്റ്റ് ആയോ ഇല്ലയോ എന്ന് നോക്കണം കേട്ടോ. അത് ഞാൻ നോക്കാം. ജസ്റ്റ് ഇപ്പോൾ ഒരു പൊടിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി അപ്പുറത്തും പോയി ചെയ്യണം. അപ്പോൾ ഇനി ഇതും ബാക്കിലേക്ക് നമ്മൾ ഇറക്കണം കേട്ടോ. അപ്പോൾ ഇനി ഈ നട്ടും ഈ അഡ്ജസ്റ്റിങ്ങും മറ്റേതുപോലെ തന്നെ കറക്റ്റ് ആക്കണേ ബാക്കിലേക്ക്. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മളിത് അപ്പുറത്തെ അഡ്ജസ്റ്റിംഗ് നട്ട് അപ്പുറം ഇപ്പുറം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം 2-3 വട്ടം. അത് കഴിഞ്ഞിട്ട് ചെയിൻ സ്ലാക്ക് ചെക്ക് ചെയ്യണം. നമ്മുടെ സ്ലാക്കിൻ്റെ ഉള്ളിൽ കറക്റ്റ് ലിമിറ്റിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഈ പ്രോസസ്സ് ഒരു 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ അഡ്ജസ്റ്റേഴ്സിൻ്റെ കൊടുത്തേക്കുന്ന മാർക്കിങ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതാണ് നമ്മുടെ അലൈൻമെൻറ്റ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ വന്നേക്കുന്ന മാർക്കിങ്ങും ഇപ്പുറത്ത് വന്നേക്കുന്ന മാർക്കിങ്ങുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആകത്തുള്ളേ. ഗൈസ്, ഇതിപ്പോൾ അപ്പർ പൊസിഷനാണ് കേട്ടോ. ഇതിപ്പോൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 42 mm ഓളം സ്ലാക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടോപ്പാണ് ചെയിൻ്റെ ടോപ്പ്. ചെയിൻ്റെ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു 42-43 mm ഓളം അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. വിതിൻ 40-45 ആണ് നമ്മുടെ കറക്റ്റ്. ഒരുപാട് ഫോഴ്സ് ഇത് യൂസ് ചെയ്യരുത് കേട്ടോ. വെറുതെ ഒരു വിരലിൻ്റെ ബല കൊടുക്കാവുള്ളേ. ഓക്കെ, അപ്പോൾ നമ്മൾ മൾട്ടിപ്പിളായിട്ട് നോക്കിയിട്ടും കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 2-3 വട്ടം ആവർത്തിച്ച് ചെയ്യേണ്ട പരിപാടിയാണ് കേട്ടോ. ഒറ്റ തവണയിൽ ചെയ്യേണ്ടതല്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, ചെയിൻ സ്ലാക്ക് നോക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, ചെയിൻ സ്ലാക്ക് നോക്കുക. അങ്ങനെ 2-3 വട്ടം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് ഫൈനലായിട്ട് ലോക്ക് നെറ്റ് ടൈറ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പോഴും ഒന്നുകൂടെ നമുക്കൊന്ന് ചെയിൻ സ്ലാക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കണം. നമ്മുടെ നേരത്തെ ഉണ്ടാകുന്ന റെക്കമെൻഡ് നമ്മൾ ഓരോ തവണ മൈന്യൂട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും ആ ചെയിൻ സ്ലാക്കിൽ ഒരു ഇത്തിരി വ്യത്യാസം വന്നേക്കാം. അപ്പോൾ നമ്മളൊരു 2-3 വട്ടം ഉറപ്പാക്കണം. 2-3 വട്ടം ചെയ്തത് ഉറപ്പാക്കണം. മൂവ് ആവില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്നിട്ട് ഇതിനൊന്ന് പിടിച്ച് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇതിന് ശേഷം ഇത് 12 mm ആണ്. ഇത് വെക്കുക. ഇത് ഒന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. തിരിച്ച് ഇതിലും പിടിക്കുക, ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ലോക്ക് നെറ്റ് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്തു കേട്ടോ. ഇനി ഈ സ്പിൻഡിൽ മാത്രമേ ടൈറ്റ് ചെയ്യാനുള്ളൂ. സ്പിൻഡിൽ ടൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടോർക്ക് റഞ്ച് ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് കേട്ടോ. ഇതിപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ 2ാമത്തെ ഡോട്ടിൻ്റെ തുടക്കമാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സൈഡ് വരുവാണെങ്കിലും 2ാമത്തെ ഡോട്ടിൻ്റെ
ജസ്റ്റ് തുടക്കമാണ് കേട്ടോ. അപ്പോൾ വീല് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ചെയിൻ സ്ലാക്ക് നോക്കാം. ഒന്നുകൂടെ നോക്കാം. ഓക്കെ ചെയിൻ സ്ലാക്ക് 40 mm കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരത്തെ ആദ്യമേ ഫസ്റ്റ് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയപ്പോഴത്തേന് 42 mm ആണ് വന്നത്. ഇപ്പം ഞാൻ 2 സൈഡും പക്കയാക്കി 2-3 വട്ടം ആൾട്ടറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് 40 mm തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. 40 mm ആണ് ഇപ്പോൾ വണ്ടിയുടെ സ്ലാക്ക് ആയിട്ടുള്ളത്. 98 Nm ആണ് കേട്ടോ നമ്മുടെ ഇത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്കെയിൽ ഇത് അഡ്ജസ്റ്റിങ്ങിന് ഉള്ള സ്കെയിലുമാണ്. അത് വെച്ചിട്ട് കറക്റ്റായിട്ട് 98 Nm നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഈ ടോർക്ക് റേഞ്ച് അൺലോക്ക് ചെയ്യണം കേട്ടോ. അൺലോക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 94.9 സെറ്റ് ചെയ്തേക്കുവാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 108.5 ആണ്. അപ്പോൾ ഇതിൽ മൊത്തം 10 ഡിവിഷൻസ് ആണുള്ളത്. അപ്പോൾ ഒരു ഡിവിഷൻ 1.36 Nm വരും. 1.36 Nm. അപ്പോൾ 94.9 അതായത് ഓൾമോസ്റ്റ് 95 Nm ഉണ്ട്. അതിൽ നിന്ന് 98 Nm നമ്മൾ ഈ സ്മോൾ അഡ്ജസ്റ്റർ അതൊരു 2-ലേക്ക് കൊണ്ടുവന്നു കേട്ടോ. ഓക്കെ 2-ലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് 98 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, ഇത് ലോക്കും അൺലോക്കും ഉണ്ട്. ഈ സാധനം ക്ലോക്ക് വൈസ് ഇറക്കി ലോക്ക് ചെയ്യാം. 24 mm സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹോൾ സംഭവം. ഇതിന് കുറച്ച് ടോർക്ക് റേഞ്ചിന് കുറച്ച് നീളം ഉള്ളതുകൊണ്ട് അത്യാവശ്യം ലിവറേജ് കിട്ടും കേട്ടോ. പക്ഷേ ഇത് ടൈറ്റ് ചെയ്യുന്ന പ്രൊസീജിയർക്ക് മാത്രമേ ഈ ടോർക്ക് റേഞ്ച് നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അഴിക്കാനുള്ള പരിപാടിക്ക് ടോർക്ക് റേഞ്ച് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. പമ്പിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടോർക്ക് റേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. 98 Nm ടൈറ്റ് ആകുന്നുണ്ട്. ടോർക്ക് റേഞ്ചിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റായി കറക്റ്റ് ന്യൂട്ടൺ മീറ്റർ ആകുമ്പോഴത്തേനും ഒരു ക്ലിക്ക് സൗണ്ട് വരുവേ. ആ ക്ലിക്ക് സൗണ്ട് വന്നു കഴിഞ്ഞാൽ കുറേ നമ്മൾ ഓടി പോകണമെന്നില്ല. ക്ലിക്ക് സൗണ്ട് വന്ന വരെ ഓക്കെ ടൈറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ആ കേട്ട ശബ്ദം കണ്ടോ, അതാണ് ക്ലിക്ക് സൗണ്ട്. ആ ക്ലിക്ക് സൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ 98 Nm നമ്മൾ ഈ സ്പിൻഡിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾ ഗുഡ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയിൻ ക്ലീൻ ചെയ്ത് ചെയിൻ ലൂബ് ചെയ്യണം കേട്ടോ. വളരെ ഡ്രൈ ആയിട്ടുള്ള ചെയിന് പ്ലേ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെയിൻ ക്ലീൻ ചെയ്ത് ചെയിൻ ലൂബ് ചെയ്ത് ആ ലൂബൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ചെയിൻ സ്ലാക്ക് കറക്റ്റ് ചെയ്യാൻ. ചെയിൻ സ്ലാക്ക് ട്രയംഫിൻ്റെ വണ്ടിയുടെ ആണെങ്കിൽ 40 to 45 ആണ്. ഇത് ഓർമ്മ വെക്കുക. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ടൂൾസ് ഉള്ള ആൾക്കാർ മാത്രം ഇത് അറ്റംപ്റ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. നമുക്ക് ടൂൾസ് പ്രൊഫഷണലായിരിക്കണം. പ്രൊഫഷണൽ ആകണമെന്നൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി മോട്ടറിങ്. ബൈ ബൈ.